ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 മെയ് 8 ബുധനാഴ്ചയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. മോർണിംഗിലുള്ള പതിവ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, പണമില്ലാത്തവൻ എന്തെഴുതിയാലും, നിങ്ങൾ പണമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ശരി എഴുതിയാലും തെറ്റെഴുതിയാലും സമൂഹം അതിനെ തെറ്റായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതേ സമയത്ത് ഒരല്പം സമ്പന്നനായ ഒരാൾ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രാമർ ആരും നോക്കാറില്ല. അത് തെറ്റായാലും ശരിയായാലും അതിൻ്റെ രീതിയിൽ പോകും, പക്ഷേ അതിനകത്ത് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഒരാളും നോക്കാറില്ല. മൂന്നാമത്തെ ഒരു കാര്യം, പ്രശസ്തനായ ഒരു സമ്പന്നൻ അയാൾ തെറ്റെഴുതിയാലും സമൂഹം അതിനെ ശരിയായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ ഈ സമൂഹത്തോട് നിങ്ങൾക്ക് ചെയ്യാനുള്ള മധുര പ്രതികാരം എന്നത് നിങ്ങൾ സമ്പന്നനായി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതോടുകൂടി നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് സമൂഹത്തിൻ്റെത് മാറും. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പണമില്ലാത്തവൻ ശരി എഴുതിയാലും തെറ്റെഴുതിയാലും അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനാണ് സമൂഹത്തിന് താല്പര്യം. പണമുള്ളവൻ എന്തെഴുതിയാലും അതിലെ തെറ്റുകുറ്റങ്ങൾ ആരും നോക്കാറില്ല. പ്രശസ്തനായ പണക്കാരൻ എഴുതി കഴിഞ്ഞാൽ തെറ്റുകൾ പോലും ശരിയായി വ്യാഖ്യാനിക്കാനാണ് സമൂഹം ശ്രമിക്കുന്നത്. സോ ഒരു പണക്കാരനാകാൻ ശ്രമിക്കുക. മാർക്കറ്റിലുള്ള മറ്റു വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്നത്തെ ഹൈലൈറ്റ് NSE ഈ വരുന്ന 18 ശനിയാഴ്ച ഒരു സ്പെഷ്യൽ ലൈവ് ട്രേഡിംഗ് സെഷൻ നടത്തുന്നുണ്ട്. മുൻപ് ഇതേപോലെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അത് മെയിനായിട്ട് ഇതിൽ 45 മിനിറ്റ്സിൻ്റെ 2 സെഷനുകളാണുള്ളത്. അപ്പോൾ മോർണിംഗ് സെഷനിൽ നോർമൽ സെർവറിൽ അവർ ട്രേഡിംഗ് ആരംഭിക്കും. പിന്നീട് അത് ഒരു ഡിസാസ്റ്റർ റിക്കവറി സെർവറിലേക്ക് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് പ്രോപ്പർലി അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനാണ് ഈ ഒരു പരിപാടി, സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ നടത്തുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഡിക്സൺ ടെക്കിൻ്റെ അവരുടെ നോക്കിയയുടെ പ്രൊഡക്ട്സ് ഇന്ത്യയിലെ നോയിഡയിൽ മാനുഫാക്ചർ ചെയ്യാൻ ഡിക്സൺ ടെക്കുമായിട്ട് ഒരു അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ദെൻ നോക്കിയ, എറിക്സൺ, ഈ 2 കമ്പനികൾ ഇപ്പം ഐഡിയയുടെ 4G അപ്ഗ്രേഡിൻ്റെ ഭാഗമായിട്ട് അവർ ചൈനീസ് കമ്പനികളെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണ്. ഈ 2 കമ്പനികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ചൈനീസ് റിബൽസിനെ മാറ്റി നിർത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതേപോലെ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നവർക്ക് ഒരു പണി കിട്ടുന്ന പരിപാടിയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് പരസ്യത്തിൽ അഭിനയിക്കുന്നവരെന്താണോ പറയുന്നത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കണം എന്നുള്ള ഒരു മനോഹരമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശസ്തരായ നടിമാരൊക്കെ വന്ന് നമ്മളോട് മുന്നിൽ നിന്നിട്ട് ഇത് ഉപയോഗിച്ചോളൂ, ഇതാവും എന്നൊക്കെ പറയുന്ന ആ ഒരു പരിപാടി ഇനി അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ പേടിഎം, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന പേടിഎം ആണ്. അവരുടെ UPIയുടെ മാർക്കറ്റ് ഷെയർ 5% താഴോട്ട് പോയി എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത് എങ്ങോട്ടായിരിക്കും ഈ 5% മാറിപ്പോയിട്ടുണ്ടാകും? ഗൂഗിൾ പേ ആണോ അല്ല മറ്റുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേസിലേക്കാണോ പോയത് എന്നുള്ളത്, ആർക്കാണോ ഇത് കിട്ടിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ദെൻ TVS മോട്ടോഴ്സിൻ്റെ Q4 റിസൾട്ട് ഇന്നാണ് വരാൻ പോകുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടിന്യൂസ്ലി സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിക്കൊണ്ട് ഇലക്ഷൻ്റെ ഈ ഒരു കൺഫ്യൂഷനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും പിൻവലിയാൻ പ്രേരിപ്പിക്കുന്നത്. ദെൻ LTI മൈൻട്രി, അതേപോലെ IBM കൂടിയിട്ട് ഒരു AI പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ അവർ ഒരു കൈകോർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പോസിറ്റീവായ ന്യൂസാണ് LTI മൈൻട്രിയെ സംബന്ധിച്ചിടത്തോളം. വോൾട്ടാസിൻ്റെ Q4 റിസൾട്ട് വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 19% ഇടിഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 5 രൂപ 50 പൈസ അവർ ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. JSW എനർജിയുടെ Q4 റിസൾട്ട് 22% ലാഭവർദ്ധനവാണ് നേടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും JSW എനർജി ഇന്ന് ഒരു പ്രത്യേക മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആധാർ ഹൗസിംഗ് ഫിനാൻസ് അതിൻ്റെ IPO ഇന്ന്
മെയ് 8 ഓപ്പൺ ആകുന്നത്. ഡോക്ടർ റെഡ്ഡീസിൻ്റെ Q4 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് 36% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 40 രൂപ പെർ ഷെയർ ഡിവിഡൻറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. നവീൻ ഫ്ലോറൈൻ നെറ്റ് പ്രോഫിറ്റ് 48% ഡ്രോപ്പാണ്. ഈ സ്റ്റോക്കുകൾ ഞാൻ വായിക്കാൻ കാര്യം നിങ്ങൾക്ക് ഇന്ന് ഉപകാരപ്പെടും ഇൻട്രാഡേ ട്രേഡൊക്കെ ചെയ്യുന്നവർക്ക്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റവന്യൂ അതേപോലെ അതിൻ്റെ 14% കുറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഡിക്സൺ ടെക്നോളജീസിന് ഞാനൊരു ഫസ്റ്റിൽ വായിച്ച അതേ സംഭവം തന്നെയാണ്. ഇന്ത്യയിലെ നോയിഡയിലാണ് ഇവരുടെ ഒരു ഫാക്ടറി വരാൻ പോകുന്നത്. ദെൻ നോക്കിയക്ക് വേണ്ടിയിട്ട് എന്താ പറയുക പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ് ഡിക്സൻ്റെ ഒരു സബ്സിഡറിയാണ് കേട്ടോ. അതിൻ്റെ തന്നെ ഒരു ഉപഘടകമാണ് ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. എന്തായാലും ഡിക്സൻ്റെ സ്റ്റോക്കിൽ അതിനുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവും. ദെൻ PB ഫിൻടെക്, അതായത് അവരുടെ പ്രോഫിറ്റ് എന്താ പറയുക 60.19 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ അവർക്ക് നഷ്ടമാണ് ഉണ്ടായിരുന്നത് 9 കോടിയുടെ. സോ ഈ ഒരു സ്റ്റോക്കും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 304 കോടി ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 6.4% ഒരു വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. JSW എനർജി നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. 22.4% നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ദിവസമായിട്ട് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് കൊടുക്കുന്നത്. സോ എന്താ പറയുക 48,000 ആണ് ഒരു കീ സപ്പോർട്ടായിട്ട് പ്രതീക്ഷിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി 48,000 സപ്പോർട്ട് എടുത്ത് തിരിച്ച് മാർക്കറ്റ് പൊങ്ങും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അത് കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലാണ് പോവുക. നമ്മുടെ പ്രതീക്ഷ മാത്രമാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു ന്യൂസ് ഹൈലൈറ്റ്സ് ഞാൻ കണ്ടുവച്ചിട്ടുള്ളത്. ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ഡോ ജോൺസ് 31 പോയിന്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 6 പോയിന്റ്സ് ഗ്രീനിലാണ്. നെസ്ഡാക്ക് ആണെങ്കിൽ 16 പോയിന്റ് റെഡിലാണ്. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് US മാർക്കറ്റിൽ കാണുന്നത്. യൂറോപ്യൻ മാർക്കറ്റിൽ ക്ലിയർലി ബുള്ളിഷ് മോഡിൽ തന്നെയാണ് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിക്കി 375 പോയിന്റ് റെഡിലാണ്. ഹാങ്സങ് 31 പോയിന്റ് ഗ്രീനിലാണ്. ഷങ്കായ് കമ്പോസിറ്റിൻ്റെ 6 പോയിന്റ് റെഡിലാണ്. STI 30 പോയിന്റ് റെഡിലാണ്. കോസ്പി ഗ്രീനിലാണ്. എന്തായാലും ഒരു എന്താ പറയുക മറ്റു മാർക്കറ്റുകളിൽ നിന്നും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് മാത്രമാണ് ക്ലിയർലി ബുള്ളിഷായിട്ട് പോകുന്നുള്ളത്. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണ്. അതായത് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത് 22,406 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 22,338. ഏകദേശം 68 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് ഓപ്പൺ ആയത്. അവിടെ നിന്ന് താഴെ ഓപ്പണായിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ടാണ് കയറിയിട്ടുള്ളത്. 22,397. 68 പോയിന്റ് താഴെ ഓപ്പണായിട്ട് 59 പോയിന്റ് മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. സോ ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടില്ല, അതിൻ്റെ താഴെ തന്നെയാണ് നിൽക്കുന്നത്. ഡേ ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിൽ കൂടി ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് 22,402 22,338. അതായത് ഇന്നത്തെ ഓപ്പണിംഗ് തന്നെയാണ് ഡേ ലോ വന്നിരിക്കുന്നത്. ഓപ്പണിംഗ് ഈക്വൽ ടു ഡേ ലോ എന്നൊരു രീതിയിലാണ് പോകുന്നത്. നോക്കാം, ചിലപ്പോൾ ഇവിടുന്ന് ഫർദർ ഫോളോ വരുമോ അല്ല മുകളിലോട്ട് പോകുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം ലൈവ് മാർക്കറ്റിൽ. ഇന്ന് വരാനുള്ള മേജർ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ USA 10-year നോട്ട് ഓപ്ഷൻ, USA EIA ഗ്യാസോലിൻ സ്റ്റോക്ക് ചേഞ്ച്, USA EIA ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ബ്രസീൽ റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത്, ഇറ്റലി റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത്, ജർമ്മനി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മന്ത് ഓൺ മന്ത്, US API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക്. ഇത്രയും ഈവൻറ്റുകളാണ് പ്രധാനപ്പെട്ടതായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്ന് റിസൾട്ട് വരാനുള്ള കമ്പനീസ് നോക്കുകയാണെങ്കിൽ കാനറ ബാങ്ക്, പിറമൽ എന്റർപ്രൈസസ്, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ഭാരത് ഫോർജ്, കൽപ്പത്താരു പ്രൊജക്ട്സ്, ദെൻ BSE ലിമിറ്റഡ്, TVS മോട്ടോഴ്സ് കമ്പനി, കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ്, ഗോദ്രേജ് അഗ്രോവെറ്റ്, ബാലാജി അമിൻസ്, SKF ഇന്ത്യ, ബജാജ് കൺസ്യൂമർ കെയർ, ഡാറ്റാമാറ്റിക്സ് ഗ്ലോബൽ സർവീസസ്, ഗ്രീവ്സ് കോട്ടൺ, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ, L&T കിർലോസ്കർ ഓയിൽ എൻജിൻസ്, ദേവ് ലാബ്ടെക് വെഞ്ചേഴ്സ്, ഡ്യൂട്രോൺ പോളിമേഴ്സ്. ഇത് ഏതാനും കമ്പനികളാണ്. ഇതിനേക്കാൾ ഒരുപാട് കൂടുതൽ കമ്പനികളുടെ റിസൾട്ട് ഇന്ന് റിലീസാകാനുണ്ട്. ഇന്ന് FNO ബാനിൽ വന്നിരിക്കുന്നത് ആദിത്യ ബിർള ഫാഷൻസ്, ബാലറാം ചിനി, ബയോകോൺ, GMR ഇൻഫ്ര, ഐഡിയ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെയിൽ, സീൽ, ഇത്രയും കമ്പനികൾ ഇന്ന് FNO ബാനിൽ. FNO ബാൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും സ്റ്റോക്കുകളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റോക്കുമായിട്ട് ഇതിന് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. സോ അത് പ്രത്യേകം ഓർക്കുക.
ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 13,726 കോടിയുടെ ബൈങ്ങും 17,395 കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. അതുവഴി 3,668 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അവർ ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 13,202 കോടിയുടെ ബൈങ്ങും 10,898 കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. അതുവഴി 2,304 കോടിയുടെ ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ ഒന്ന് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 1,364 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഈ മാസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 9,194 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,128 കോടിയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. ഇത് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ 4,065 കോടി രൂപ പിൻവലിക്കപ്പെട്ടതായിട്ടാണ് അല്ലെങ്കിൽ ലാഭമെടുപ്പ് നടത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ദെൻ ഒറ്റ ഓട്ടത്തിൽ ഒരു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇന്നലത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 22,490 ഓപ്പൺ ആയിട്ട് 187 പോയിന്റ് നഷ്ടത്തിൽ 22,303 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബെയറിഷ് മൂവ്മെന്റ് ആണ് അത് നമ്മളോട് കാണിച്ചു തരുന്നത്. 5 ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 173 പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മാസം നിഫ്റ്റി 265 പോയിന്റിന്റെ നെഗറ്റീവ് മൂവ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് നോർമൽ CPR ആണ്, പക്ഷേ വിർജിൻ CPRന്റെ ഒരു എഫക്റ്റ് മിക്കവാറും ഇന്ന് മാർക്കറ്റിൽ കിട്ടിയേക്കാം. ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ആകാൻ പോകുന്നത് 17.01 വളരെ ഹൈ ആയിട്ടുള്ള ഒരു വിക്സ് ആണ്. അപ്പോൾ എന്താ പറയുക, വൊളാറ്റിലിറ്റി അപ്പ് ഡൗൺ മൂവ്മെന്റ് ഭയങ്കര കൂടുതലായിരിക്കും. വളരെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. പുട്ട് കോൾ റേഷ്യോ അതായത് 13 മുതൽ 18 വരെയാണ് ഓപ്ഷൻ ബയേഴ്സിന് ഇൻട്രാഡേ ട്രേഡേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വൊളാറ്റിലിറ്റി. 18 എന്നൊക്കെ പറഞ്ഞാൽ പീക്കായി, എന്നാലും കുഴപ്പമില്ലാതെ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കാറുണ്ട്. പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടെ 0.56 ആണ് വന്നിരിക്കുന്നത്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ഉള്ളത് 22,500 1,06,00,000 കോൾ റൈറ്റിംഗ് അവിടെയുണ്ട്. പുട്ട് റൈറ്റിംഗ് ഹയസ്റ്റ് വന്നിരിക്കുന്നത് 22,000 അപ്പോൾ 22,500ന്റെയും 22,000ന്റെയും ഇടയിൽ മാർക്കറ്റിനെ ലിമിറ്റ് ചെയ്യാനാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 22,000 പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് 79 ലക്ഷമാണ്. അപ്പോൾ കോൾ റൈറ്റിംഗ് ആണ് കൂടുതലുള്ളത്. ദെൻ ബാങ്ക് നിഫ്റ്റി ഇന്നലെ 679 പോയിന്റിന്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ഫിൻ നിഫ്റ്റി 239 കോടിയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. സെൻസെക്സ് 461 പോയിന്റിന്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 234 പോയിന്റിന്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ചെറിയൊരു ഇൻഡെക്സ് ആണ്, എന്നിട്ട് കൂടി വലിയ ഹെവി ആയിട്ടുള്ള ലോസ് ആണ് ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഒരു മന്ത്ലി പെർഫോമൻസിലേക്ക് പോയിട്ട് നമ്മൾ മന്ത്ലി റാസ് ലെവൽസിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ മന്ത്ലി സെൻട്രൽ CPRൽ വന്നിട്ട് നോ ട്രേഡ് സോണിൽ ആണ് ഇപ്പോൾ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ ഒരു ക്ലോസിംഗ് തന്നിരിക്കുന്നത്. ക്ലിയർലി കഴിഞ്ഞ 5 ദിവസമായിട്ട് 1, 2, 3, 4, 5 ദിവസമായിട്ടും നെഗറ്റീവ് മൂവ്മെന്റ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ ഉള്ളത് സെൻട്രൽ CPRൽ അതേപോലെ നമ്മുടെ മന്ത്ലി നോ ട്രേഡ് സോണിലാണ്. ഇവിടെ നിന്ന് പ്രോബബ്ലി സാധാരണ കണ്ടുവരാറുള്ള ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കണം. EMA 25 വന്നിട്ട് മന്ത്ലി ഡെയിലി ക്യാൻഡിൽ ഫ്രെയിമിൽ EMA 25 വന്നിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ക്യാൻഡിൽ ഇന്നലെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. സോ നോർമലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാറുള്ളത് നെക്സ്റ്റ് ഡേയിൽ ഇതേ സൈസിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ മുകളിലോട്ട് പൊങ്ങി വരാറാണ് പതിവ്. നോക്കാം ഇന്ന് അങ്ങനെ വരുമോ എന്ന് ഒരു ഉറപ്പല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു പ്രതിഭാസം കാണാറുണ്ട്. ചിലപ്പോൾ അത് ചെറിയ ക്യാൻഡിലായിരിക്കാം, ഒരു ഗ്രീൻ ക്യാൻഡിൽ മുകളിലോട്ട് പോകും, എന്നിട്ട് അടുത്തതിൽ ഫോൾ ആണെങ്കിൽ ഇതിനെയൊക്കെ കട്ട് ചെയ്തിട്ട് ഒരൊറ്റ പോക്ക് താഴോട്ട് പോവുകയും ചെയ്യും. സോ ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായേക്കാം. ഇനി അതല്ല മാർക്കറ്റ് അതിൻ്റെ ഫ്ലോയിൽ താഴോട്ട് തന്നെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഇതിൻ്റെ താഴെ ഫോം ചെയ്യും എന്നത് ഉറപ്പാണ്. അതാണ് ഒരു മന്ത്ലി ലെവലിൽ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു ഡെയിലി ഇതിലേക്ക് അതായത് ഇൻട്രാഡേ ടൈം ഫ്രെയിമിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എന്താ പറയുക ഒരു റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇന്നലത്തെ ഡേ ലോനേക്കാളും നല്ലപോലെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് തരും എന്നാണ്. ഓക്കെ, മൂവ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഓപ്പണിങ് നോക്കുകയാണെങ്കിൽ നോ ട്രേഡ് സോണിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ടോപ്പ് CPR ഉണ്ട്. ഒരു വൈഡായിട്ടുള്ള CPR ആണ്. അപ്പോൾ ഒരു ചെറിയ ഫ്ലാറ്റ് ഓപ്പണിങ് അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിൻ്റെ ഈ ഒരു ലെവൽ വരെയൊക്കെയുള്ള ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ കിട്ടിയിട്ട് ബെയറിഷ് മൂവ്മെൻ്റ് ആണ് ഇത് പറയുന്നത്. സോ എന്താ പറയുക,
ഇന്നത്തെ മാർക്കറ്റിൽ ഓവറോൾ പെർഫോമൻസ് ബെയറിഷ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 48,000-ലാണ് ഇന്ന് മാർക്കറ്റ് മോസ്റ്റ് പ്രോബബ്ലി 48,000 സപ്പോർട്ട് എടുത്ത് അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് ഫർദർ ഫോളോ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാർക്കറ്റ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻസ് ശ്രദ്ധിക്കുന്നത്. സോ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ കൂടി 48,000 എവിടെ വരുന്നോ, 48 എന്ന് പറഞ്ഞാൽ 47,924 വരെയും അതിന് ഒരു വാലിഡിറ്റി ഉണ്ടാവും. സോ 47,924 വരെയും ഇറങ്ങി വന്നിട്ട് തിരിച്ച് കയറി പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുന്നത്. സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് 47,924 എന്ന ഈ ഒരു വാല്യൂ വരെ വന്നേക്കാം. ഓക്കെ, ഒരു റെയർ കേസ് സിനാരിയോയിൽ അവിടെ വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. സോ ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് കയറിപ്പോകും മാർക്കറ്റ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ക്ലോസിങ് മോസ്റ്റ് പ്രോബബ്ലി ഒരു ഗ്രീൻ ക്യാൻഡിലായിട്ട് തരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ ഓപ്പണിങ്ങിനേക്കാളും ഒരു പോയിന്റ് മുകളിലാണെങ്കിൽ പോലും ഗ്രീൻ ക്യാൻഡിലായിരിക്കും വരിക ഡേ ക്യാൻഡിൽ. സോ താഴോട്ട് പോയി ഇവിടെ ഈ 48,000 ഒരു സപ്പോർട്ട് ലൈൻ ടച്ച് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ബെയറിഷ് മൂവ്മെന്റ് ആണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. സോ ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ലാഭകരമായ ഒരു ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വൈകുന്നേരം കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. താങ്ക് യു വെരി മച്ച്.